എടാ അപ്പച്ച, നീ എന്റെ കൊച്ചിനെ ഓടിച്ച് വീടിക്കല്ലേടാ. നീയും വാടാ. മോളെ നോക്കി നിക്കുക, വേഗം ചെല്ല്. മോളെ പേരമ്മയ്ക്ക് ഈശോമ്മ കൊടുത്തിട്ട് പോവാ. അങ്ങനെ ആഹാ, പേരപ്പ വരുന്നുണ്ടല്ലോ. അപ്പൊ ഏത് സ്കൂളിൽ ചേർക്കാൻ തീരുമാനിച്ചു? തൊണ്ണൻകുഴിയിൽ പള്ളിക്കൂടത്തിൽ ചേർക്കാൻ. ഉമ്മ കൊടുക്കും മോളെ പേരപ്പന്. ചാച്ചന് എപ്പോ വേണമെങ്കിലും മോളെ കൊണ്ടുവരാം. എന്റെ കുഞ്ഞുമുത്ത് വന്നമ്മേ. വല്യമ്മച്ചട മുത്തിങ്ങി വന്നേ. വല്യമ്മച്ചി ചോദിക്കട്ടെ, മോൾ ഇവിടെ ഇരിക്കുക കേട്ടോ. ചോദിക്കട്ടെ വിശേഷങ്ങള്. ഇതാണ് കോട്ടയം ആർപ്പൂക്കര തൊണ്ണൻകുഴി ഗവൺമെന്റ് സ്കൂൾ. 1915 5-ാമത്തെ വയസ്സിൽ വിശുദ്ധ അൽഫോൻസാമ 1-ാം ക്ലാസ്സിൽ ചേർന്നത് ഈ സ്കൂളിലാണ്. കുട്ടിയുടെ പേര്? അന്ന. വീട്ടുപേര്? അതെ അതെ അതെ, കുടമാളൂർ. കൊച്ചുകുട്ടന്റെ 3-ാമത്തെ മകളാണല്ലേ? അതെ. മിടുക്കിയായി പഠിക്കണം. എന്റെ കണ്ണിലൊഴിക്കാനുള്ള ഇളനീർ കുഴമ്പ് തീർന്നുപോയി. ഞാൻ നാളെ മോളുടെ കൈ കൊടുത്തുവിടാം. അങ്ങനെയാകട്ടെ. ഈ ദക്ഷിണ സാറിന് കൊടുക്കും മോളെ. വലിയ ആളാകട്ടെ, ലോകപ്രശസ്തയാവട്ടെ. ഞാൻ സ്കൂളിൽ വരത്തില്ല. അതെന്താ? പഠിച്ചു മിടുക്കിയാവണ്ടേ? എന്നെ അമ്മൂമ്മ പഠിപ്പിച്ചോളും. അമ്മൂമ്മ എന്തെല്ലാം പഠിപ്പിച്ചു? എഴുതാൻ പഠിപ്പിച്ചു, വായിക്കാൻ പഠിപ്പിച്ചു, കഥ പറഞ്ഞുതരും, പാട്ട് പഠിപ്പിക്കും. പാട്ടും പഠിപ്പിച്ചോ? ഒന്ന് പാടിക്കേ. പരിത്രാണകനമീശോ പോരുക, മമ മാനസപ്പൂവാടിയിൽ പോരുക, ദിവ്യ സ്നേഹാഗ്നി വീശിയൻ വാരുക, സൂര്യ ദീപ്തി ചിന്തി എന്നും വാരുക. ബാക്കി നാളെ പാടാം. ശരി. കുട്ടിയുടെ പേരെന്താ? ലക്ഷ്മി. ഞാൻ അന്നക്കുട്ടി. വല്യമ്മച്ചി കുഞ്ഞുമോളെ നോക്കിയിരിക്കുകയായിരുന്നു. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കന്യാമറിയമേ, എന്റെ അമ്മേ, എന്റെ ഹൃദയം നിന്റെ തിരുക്കുമാരനെ ഇഷ്ടമുള്ള പൂങ്കാവനമാക്കി തീർക്കണമേ. വല്യമ്മച്ചി, എന്താ പൂങ്കാവനം? നല്ല മണമുള്ള ഭംഗിയുള്ള പലതരത്തിലുള്ള പൂക്കളാൽ നിറഞ്ഞ വലിയ പൂന്തോട്ടം. നമ്മുടെ ഹൃദയം പൂന്തോട്ടം പോലെ ആവണം.
അതിനെന്ത് ചെയ്യണം വല്യമ്മച്ചി? അതിന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണം, ബഹുമാനിക്കണം, സുഹൃത ജപങ്ങൾ ചൊല്ലണം, മറ്റുള്ളവർ തെറ്റ് ചെയ്താൽ നമ്മൾ ക്ഷമിക്കണം, ആരോടും ദേഷ്യം പാടില്ല, പാവങ്ങളെ നിന്ദിക്കരുത്, എല്ലാവരിലും യേശുവിനെ കാണണം. അപ്പൊ നമ്മുടെ ഹൃദയം പൂങ്കാവനം ആവും. വിശുദ്ധ കൊച്ചു ത്രേസ്യ, അമ്മ ത്രേസ്യ എന്നിവരെ പോലെ വിശുദ്ധരായി ജീവിക്കണം. വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയാ. യേശു ആരാണെന്നും ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതിനെക്കുറിച്ചും യേശുവിനെ ദിവ്യ മണവാളനായി മനസ്സിൽ സ്വീകരിക്കേണ്ടതിനെക്കുറിച്ചും വല്യമ്മ അന്നക്കുട്ടിയോട് പറഞ്ഞുകൊടുത്തു. സുകൃതജപം ചൊല്ലിയുള്ള ജീവിതം അന്നക്കുട്ടിക്കും വലിയ ഇഷ്ടമായി. കൊച്ചുത്രേസ്യയെ പോലെയുള്ള വിശുദ്ധരുടെ കഥകൾ വല്യമ്മ പറഞ്ഞുകൊടുത്തു. യേശുവിന്റെ മണവാട്ടിയായി ഒരു പുണ്യവതിയാകണം എന്ന ചിന്ത വല്യമ്മയിൽ നിന്നുമാണ് അന്നക്കുട്ടിക്ക് ലഭിച്ചത്. അൽഫോൻസാമ്മയുടെ വിശുദ്ധ സഹന ജീവിതത്തിന് പ്രചോദനമേകിയത് വല്യമ്മയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ യേശുവിന്റെ മണവാട്ടിയാകുവാൻ അന്നക്കുട്ടി തീരുമാനിച്ചുറച്ചു, അതിയായി ആഗ്രഹിച്ചു. തന്റെ ഇച്ചാച്ചൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുന്നത് തറയിൽ ചരൽ വിരിച്ചാണെന്ന് അന്നക്കുട്ടി കണ്ടു. തപസ്സിന്റെയും സുഹൃതങ്ങളുടെയും ഒക്കെ ലോകം അവൾ വീട്ടിൽ വെച്ച് കണ്ടുപഠിച്ചു. ഈ ത്യാഗമനോഭാവം അവളെ ഒരു വിശുദ്ധയാക്കി. ദിവസവും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുക അവൾ പതിവാക്കി. ഇത് ലക്ഷ്മിക്കുട്ടി അമ്മയുടെ വീട്. അൽഫോൻസാമ്മയുടെ കളിക്കൂട്ടുകാരിയും ആത്മമിത്രവും ആർപ്പൂക്കര തൊണ്ണൻകുഴിയിൽ കരോട്ട് പൊങ്ങവന വീട്ടിൽ വിശ്രമിക്കുന്ന ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് അൽഫോൻസാമ്മയേക്കാൾ 8 ദിവസം പ്രായക്കൂടുതലുണ്ട്. ലക്ഷ്മിക്കുട്ടിയമ്മേ, ലക്ഷ്മിക്കുട്ടിയമ്മ അന്നക്കുട്ടിയെ ഓർക്കുന്നുണ്ടോ? എന്താ ഓർക്കുന്നേ? അന്നക്കുട്ടിയെ എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ദിവസവും ഓർക്കാതിരിക്കാൻ ഒക്കുകയല്ല. അങ്ങനെ ഞാൻ അന്നക്കുട്ടി ഞാൻ ജീവിച്ചത്. സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്നതൊക്കെ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അന്നക്കുട്ടി ലക്ഷ്മിക്കുട്ടിയമ്മ ഒരു പ്രായമായിരുന്നോ? അല്ല, എനിക്കാ മൂപ്പ് കൂടുതൽ. 8 ദിവസം. എൻ്റെ നാട് കാർത്തിക, അവിടെ നാട് മകം. മകമ്പം മങ്കയാവള് ഭാഗ്യവതിയാ. കുന്നും കുഴിയും പാടങ്ങളും നിറഞ്ഞ ആർപ്പൂക്കര ഗ്രാമത്തിന്റെ ഊടുവഴികളിലൂടെ കാട്ടുപൂക്കളും പറിച്ച് കളിതമാശകളും പറഞ്ഞു നടന്നിരുന്ന തങ്ങളുടെ ബാല്യകാലം. സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്നതൊക്കെ ഓർക്കുന്നുണ്ടോ? ഏത് സ്കൂളിലാ? തൊണ്ണൻകുഴി. എത്ര ക്ലാസ് വരെയാ തൊണ്ണൻകുഴി പഠിച്ചത്? തൊണ്ണൻകുഴി 3. അത് കഴിഞ്ഞ പിന്നെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ അന്നക്കുട്ടി? ഉണ്ട്, ധാരാളം.